പെരിങ്ങോട്ടുകര വ്യാജപീഡന കേസിലെ 2 പ്രതികൾ കൊച്ചിയിൽ പിടിയിലായി. ശ്രീരാഗ് കാനാടി, സ്വാമിനാഥൻ കാനാടി എന്നിവരാണ് പിടിയിലായത്. കർണാടക ബാനസവാടി പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ആൻമരിയ സണ്ണി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആൻമരിയ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ആൻമരിയ, ശ്രീജിത്ത്, കഴിഞ്ഞ ജൂണിലാണ് ഒരു പീഡന പരാതി ഉണ്ടാകുന്നത്. ആ പീഡന പരാതി അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് അതൊരു പിന്നിൽ ഒരു ഹണി ട്രാപ്പ് ആണെന്നും അതൊരു വ്യാജ പീഡന പരാതിയാണെന്നും മനസ്സിലാകുന്നത്. തുടർന്ന് അതിനകത്ത് പ്രതിയായിട്ടുള്ള യുവാവിന് ജാമ്യം ലഭിക്കുകയായിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കേസിൽ വഴിത്തിരിവുണ്ടാകുന്നത്. വലിയൊരു ടിസ്റ്റിലേക്കാണ് പോകുന്നത്. ഈ പരാതി നൽകിയവർ തന്നിലാണ് കേസിന് പിന്നിൽ എന്ന് തിരിയുന്നു. അതൊരു ഹണി ട്രാപ്പാണ് എന്നും പോലീസിന് വ്യക്തമാകുന്നു. ഇതിനെ തുടർന്ന് തന്നെ ഇതിനു മുൻപ് തന്നെ 5 പേര് കേസിൽ നേരത്തെ തന്നെ അറസ്റ്റിലായിട്ടുണ്ട്. ഈ അറസ്റ്റിലായിരിക്കുന്ന 5 പേർ, അതിലൊരു യുവതിയും പിന്നെ 4 യുവാക്കളുമാണുള്ളത്. ഈ യുവതിയെയും ഈ 4 യുവാക്കളെയും സമീപിക്കുന്നത് ഇന്ന് അറസ്റ്റിലായിരിക്കുന്ന 2 പേർ, അതായത് ശ്രീരാഗ് കാനാടി, സ്വാമിനാഥൻ കാനാടി എന്നിവരാണ് ഇന്ന് അറസ്റ്റിലായിരിക്കുന്ന 2 പേരും. പിന്നീട് 1-ാം പ്രതിയായിട്ടുള്ള പ്രവീൺ എന്ന് പറയുന്ന വ്യക്തിയും. ഇവർ 3 പേരുമാണ് ഈ 5 പേരെ സമീപിക്കുന്നത്. പിന്നീട് ഈ 5 പേരുമായി പോലീസ് നടത്തിയ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ, ഇവർ നടത്തിയ അക്കൗണ്ട് വഴി പണം കൈമാറിയിരിക്കുന്ന രേഖകൾ, ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് കേരളത്തിലേക്ക് ഈ പോലീസ് സംഘം എത്തുന്നത്. ഇന്ന് ആണ് ഈ ബംഗളൂരു പോലീസ് കേരളത്തിലേക്ക് എത്തുന്നത്. പിന്നീട് വരാപ്പുഴയിൽ ഒളിവിൽ കഴിയുകയായിരുന്ന 2 പേർ, അതായത് ശ്രീരാഗിനെയും സ്വാമിനാഥനെയും പോലീസ് നിലവിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ബംഗളൂരുവിലേക്ക് മാറ്റിയിട്ടുണ്ട്. 1-ാം പ്രതിയായിട്ടുള്ള പ്രവീൺ ഇപ്പോഴും ഒളിവിലാണ്. ആ വ്യക്തിയെയും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ശരി, ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരാൾ കൂടി, പ്രധാന പ്രതി കൂടി പിടിയിലാകാനുണ്ട്. അയാൾക്കായുള്ള അന്വേഷണം നടക്കുന്നു എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.